ഇംഗ്ലണ്ട് സ്വപ്നങ്ങളുടെ ചിറകരിഞ്ഞുകൊണ്ട് അർജന്റീന അങ്ങനെ വേൾഡ് കപ്പ് 2026 ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. വാട്ട് എ സൂപ്പർബ് ഗെയിം ഓഫ് ഫുട്ബോൾ. ഒരു ഗോളിന് പിന്നിൽ നിന്നുകൊണ്ട് തിരിച്ച് 2 ഗോൾ അടിച്ചുകൊണ്ടാണ് മെസ്സിയും മെസ്സിയുടെ പിള്ളേരും അങ്ങനെ തുടർച്ചയായി 2ാം തവണ വേൾഡ് കപ്പ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. സോ വാട്ട് എ ബ്യൂട്ടിഫുൾ ഗെയിം. ഗെയിം തുടങ്ങി ആദ്യത്തെ പകുതി കണ്ടെന്ന് പറഞ്ഞാൽ ഒപ്പത്തിനൊപ്പം 2 ടീമും നല്ല രീതിയിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഫൈറ്റ്. പല രീതിയിലുള്ള ഫൗളുകളും പിന്നെന്താ പറയുക, ലൈക്ക് വെരി അഗ്രസീവ് പ്ലേ തന്നെയായിരുന്നു. അധികം ചാൻസസ് ആദ്യത്തെ ഹാഫിലൊന്നും അധികം കണ്ടില്ല. ലൈക്ക് ഈ ടൈമിൽ കൂടുതലും ഒരു ഫിസിക്കൽ ഗെയിം തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞിട്ട് ആന്റണി ഗോർഡൻ ആ ഒരു ഗോൾ അടിക്കുന്നു. ഗോൾ അടിച്ചിട്ട് ഇംഗ്ലണ്ടിനെ മുന്നിലെത്തിക്കുന്നു. സോ ആ ഗോൾ അടിച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഓക്കെ ഡൺ, ഇംഗ്ലണ്ടിന് ഇത് മതി, ഈ ഒരു ഒറ്റ ഗോളിൽ പിടിച്ചു നിർത്തി അർജന്റീനനെ മടക്കി അയക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇംഗ്ലണ്ട് കളിച്ചത്. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് കണ്ടെന്ന് പറഞ്ഞാൽ അർജന്റീനയുടെ തേരോട്ടം. അർജന്റീന പിന്നിൽ നിന്നും കളിക്കുന്ന ഏറ്റവും കൂടുതൽ ഒരു വാറിയർ സ്പിരിറ്റ്, ഒരു യുദ്ധത്തിൽ പോരാടുന്ന പോരാളികളെ പോലെയാണ് അവർ ആക്രമണം അഴിച്ചുവിട്ടത്. എല്ലാ നിലയിലും ഇംഗ്ലണ്ടിനെ വരിഞ്ഞു മുറുക്കിയിട്ടാണ് അർജന്റീന തുടരെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് 85ാമത്തെ മിനിറ്റിൽ അർജന്റീന തിരിച്ചടിക്കുന്നു. മെസ്സിയുടെ ഒരു അസിസ്റ്റിൽ നിന്നും എൻസോ ഫെർണാണ്ടസിന്റെ കാലിൽ നിന്നും ഒരു ബുള്ളറ്റ് ഷോട്ട് കറക്റ്റായിട്ട് ജോർഡൻ പിക്ഫോർഡിനെ മറികടന്നുകൊണ്ട് ഗോൾ വല അനക്കുന്നു. സോ ആ ഗോൾ അടിച്ചതോടുകൂടി സ്റ്റേഡിയം ഇളകി ആൻഡ് പ്രതീക്ഷ അർജന്റീനൻ പ്ലെയേഴ്സിനും അർജന്റീനൻ ഫാൻസ് വേൾഡ് വൈഡ് എല്ലാവരിലും പ്രതീക്ഷയുടെ കിരണങ്ങൾ കാണാൻ തുടങ്ങി. അങ്ങനെയാണ് തുടരെ തുടരെ ആ അറ്റാക്ക് തുടർന്നുകൊണ്ടിരുന്നു. 92nd മിനിറ്റ് എക്സ്ട്രാ ടൈം കഴിഞ്ഞിട്ട് സെക്കൻഡ് മിനിറ്റിൽ തന്നെ വീണ്ടും ഒരു ഗോൾ. ദാറ്റ് ഇസ് മെസ്സിയുടെ റൈറ്റ് ഫൂട്ടർ ഒരു കേളിംഗ് പാസിൽ നിന്നും ലൊട്ടാറോ മാർട്ടിനസ് ഉയർന്നു ചാടിയിട്ട് ഒരു തമ്പിങ് ഹെഡർ. ആ ഒരു ഗോളോട് കൂടി വിജയം കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ മെസ്സിയും മെസ്സിയുടെ പിള്ളേരും അവർ തോറ്റു എന്ന് സമ്മതിക്കുന്നത് വരെ ഒരു എതിരാളികൾക്കും വിജയം ഉറപ്പിച്ചു എന്ന് സങ്കല്പിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ പോരാട്ടം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് പോരാട്ടം തീരുന്നത് വരെ, അല്ലെങ്കിൽ ആ ഫൈനൽ വിസിൽ മുഴങ്ങുന്നത് വരെ മെസ്സിയും പിള്ളേരും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അവർ പിന്നിലാണെങ്കിൽ പോലും ദേ ആർ ഗോയിങ് ടു കം ബാക്ക്, ദേ ആർ കമ്മിങ് അറ്റ് യു വിത്ത് ഫുൾ പവർ. അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഗെയിമിൽ കണ്ടത്. സോ ഇവിടെ നെഗറ്റീവ് ടാക്ടിക്സ് ആണ് ടൂക്കൽ നടത്തിയത്. ആ ഗോൾ അടിച്ചു കഴിഞ്ഞ് 55th മിനിറ്റിലാണ് ഗോർഡൻ ഗോൾ അടിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ അയാൾ വിചാരിച്ച് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് അങ്ങ് പ്രതിരോധ കോട്ട കെട്ടി അർജന്റീനയെ മറയ്ക്കാമെന്നുള്ളതായിരുന്നു. ആൻഡ് ആ ഒരു ഡിഫൻസ് മോഡിലോട്ട് കയറി ഈ അറ്റാക്ക് എല്ലാം ആവാഹിക്കാം, അല്ലെങ്കിൽ ആ അറ്റാക്ക് എല്ലാം സ്വീകരിക്കാം എന്നുള്ളൊരു നെഗറ്റീവ് ചിന്ത, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഗെയിം പ്ലാൻ തന്നെയാണ് ഈ കളി അർജന്റീനയ്ക്ക് എന്താ പറയുക ഫേവറായിട്ട് വന്നത്. സോ വെരി നെഗറ്റീവ് ഗെയിം പ്ലാൻ ബൈ ടൂക്കൽ. അങ്ങനെയാണ് ഫുൾ കൺട്രോൾ ഏറ്റവും അവസാനം അർജന്റീനയുടെ കയ്യിലേക്ക് പോകുന്നത്. സോ അതുവരയ്ക്ക് ഈക്വലായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഗെയിം ലൈക്ക് അത് ഒരു താലത്തിൽ കൊണ്ട് വെച്ചു കൊടുത്തു. ഓക്കെ ഇനി നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ശ്രമിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു താലത്തിൽ കൊണ്ട് കൊടുത്തു. അവിടെ ഒരു പ്രോപ്പർ ഒഫൻസീവ് ഗെയിം കീപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് കുഡ് ഹാവ് ബീൻ ലൈക്ക് എ വിക്ടറി ഫോർ ഇംഗ്ലണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു 50-50 പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഗോൾ അഡ്വാൻറ്റേജ്, പിന്നെ ആ ഒരു അറ്റാക്കും കൂടെ കീപ്പ് ചെയ്തിരുന്നെങ്കിൽ ദേ കുഡ് ഹാവ് വൺ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിഫൻസ് മോഡിലേക്ക് പോയി. അങ്ങനെ വന്നു കഴിയുന്നപ്പോഴാണ് അർജന്റീന ഫുൾ ഏറ്റെടുത്തിട്ട് ബോൾ എന്താ പറയുക ക്രോസസ് ഇൻ ടു ദ ബോക്സ്. അതിനകത്ത് 2 പ്രാവശ്യം മെക്കാലിസ്റ്റർ ഒരെണ്ണം ഹെഡ് ചെയ്ത് ഗോൾ പോസ്റ്റിൽ തട്ടുന്നു, പിന്നീട് ഒരു ഷോട്ട്, ആ ഗോൾ അടിക്കുന്നതിന് മുമ്പത്തുള്ള ഷോട്ടും ഇത് കണക്ക് ഗോൾ പോസ്റ്റിൽ തട്ടിപ്പോകുന്നു. പിന്നെ അതിനുശേഷം നിക്കോ ഗൊൺസാലസിന്റെ ഒരു ഹെഡർ, അത് ജോർഡൻ പിക്ഫോർഡ് സേവ് ചെയ്യുന്നു. അപ്പം അങ്ങനെ കുറേ ചാൻസസ് ഈ സമയത്ത് തുടരെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ എന്നാലും ഗോൾ ആവാത്തൊരു അവസ്ഥയിൽ തന്നെയാണ് നിന്നത്. സോ വി വേർ തിങ്കിങ് ഗോൾ ഇസ് കമ്മിങ്, ഇതിൻ്റെ അകത്ത് ഒരു ഗോള് ഉണ്ട്, അത് ഏത് നിമിഷവും സംഭവിക്കും എന്നുള്ള നിലയ്ക്കായിരുന്നു. അങ്ങനെയാണ് 85th മിനിറ്റ്. എല്ലാവരും വിചാരിച്ചു ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് വാട്ട് എവർ എക്സ്ട്രാ ടൈം, അതുവരയ്ക്ക് പിടിച്ചു നിൽക്കാമെന്ന് വിചാരിച്ച ടൂക്കലും ടീമും അവർ ഏറ്റവും അവസാനം ആ ഗോള് വഴങ്ങി എല്ലാവരും ഡിഫൻസീവ് ഏരിയയ്ക്ക് അകത്ത് നിന്നിട്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഓപ്പണായിട്ട് കിട്ടിയ ചാൻസ്, ആ ഒരു ബുള്ളറ്റ് ഷോട്ട് എടുക്കുന്നതും അവിടെ ഇത് ഗോൾ വീഴുന്നതും. ഈ ഒരു ഗെയിമിൽ ഇംഗ്ലണ്ട് മെസ്സിനെ കംപ്ലീറ്റ്ലി പൂട്ടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അവർ പറഞ്ഞ് മെസ്സി നിന്നെ ഞങ്ങൾ ഗോൾ അടിപ്പിക്കത്തില്ല, നിനക്ക് എന്ത് വേണമെങ്കിലും ശ്രമിക്കാം എന്നുള്ള രീതിയിലാണ് ഇംഗ്ലണ്ട് മെസ്സിയെ പൂട്ടിയത്. പക്ഷേ മെസ്സിയുടെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഇവർ ചിന്തിച്ച് അവസാനിപ്പിക്കുന്നിടത്തു നിന്നാണ് മെസ്സി ചിന്തിച്ച് തുടങ്ങുന്നത്. മെസ്സി പറഞ്ഞു എനിക്ക് ഗോൾ അടിക്കണ്ട, പക്ഷേ ഞാൻ എൻ്റെ പിള്ളേരെ ഗോൾ അടിപ്പിക്കും, നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഗോൾ അടിക്കും എന്ന് പറഞ്ഞിട്ട് മെസ്സി കളിയിൽ നിന്നും ഒരിച്ചിരി പിൻവാങ്ങി സൈഡ് ഫ്ലാങ്കുകളിലേക്ക് പോന്നു. ആ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മെസ്സിനെ നിങ്ങൾ ഭയന്നേ പറ്റൂ. കാരണം മെസ്സി കൊടുക്കുന്ന ക്രോസുകൾ എന്ന് പറഞ്ഞാൽ പ്ലെയേഴ്സ് ജസ്റ്റ് തല വെച്ചാൽ മതി, തല തട്ടി ഗോൾ കയറുന്ന നിലയ്ക്കുള്ള ക്രോസുകളാണ് മെസ്സി കൊടുത്തുകൊണ്ടിരുന്നത്. സോ
മെസ്സി പറഞ്ഞു എനിക്ക് ഗോൾ അടിക്കണ്ട, ഞാൻ മാറി നിന്ന് കളി നിയന്ത്രിച്ചോളാം, എൻ്റെ പിള്ളേർ ഗോൾ അടിക്കും, ഞാൻ അവരെ കൊണ്ട് അടുപ്പിക്കും. അങ്ങനെ തന്നെയാണ് മെസ്സി ചെയ്തത്. സോ ഇംഗ്ലണ്ടിൻ്റെ ആ ടാക്ടിക്സും നടക്കാതെ പോകുന്നു. ഈ ഗെയിമിൽ എന്ന് പറഞ്ഞാൽ 2 അസിസ്റ്റ് നേടിയിട്ടാണ് മെസ്സി ഗെയിം കൺട്രോൾ ചെയ്തത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ ബ്ലൂ ജേഴ്സി ഓഫ് അർജന്റീന. ഇതിനു മുമ്പ് അർജന്റീന 2 പ്രാവശ്യം ബ്ലൂ ജേഴ്സി അണിഞ്ഞ് ഇംഗ്ലണ്ടിനെതിരെ കളിച്ച സമയത്ത് അർജന്റീന ജയിച്ചിട്ടുണ്ട്. ദാറ്റ് വാസ് 1986 ഹാൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കൈ. ആ ഗെയിമിൽ ഇംഗ്ലണ്ടിനെതിരെ വിജയിച്ചു. പിന്നീട് 1998 ഇംഗ്ലണ്ടിനെതിരെ വിജയിച്ചു. ഈ 2 സമയത്തും ബ്ലൂ ജേഴ്സി ആയിരുന്നു. പക്ഷേ 2002 നമ്മുടെ നോർമൽ ട്രഡീഷണൽ ജേഴ്സി വന്നു. അന്ന് ഇംഗ്ലണ്ട് റെഡ് ജേഴ്സി ആയിരുന്നു. പക്ഷേ അന്ന് നമ്മൾ തോറ്റുപോയി. 1-0 ഗോളിന്, ബെക്കാം അടിച്ച ഗോളിന് തോറ്റു. പക്ഷേ ഇന്ന് വീണ്ടും നമ്മൾ ബ്ലൂ ജേഴ്സിയിലേക്ക് വരുന്നു ആൻഡ് ഇംഗ്ലണ്ട് ഇൻ ദ വൈറ്റ്. അപ്പം ബ്ലൂ ജേഴ്സി വീണ്ടും ഭാഗ്യം കൊണ്ടുവന്നിരിക്കുകയാണ്. സ്കലോണി നടത്തിയ സെക്കൻഡ് ഹാഫിലെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വെരി ഇൻസ്പയറിംഗ്. ഡിപ്പോൾ വരുന്നു, പിന്നെ മൊണ്ടിയൽ വരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും വന്നതിന് ശേഷമാണ് നമ്മൾ കൂടുതൽ അറ്റാക്ക് മൈൻഡഡ് ആകുന്നത്. ആൻഡ് ഡിപ്പോൾ 1-2 ക്രോസസ് പ്രോപ്പറായിട്ട് പെനൽറ്റി ബോക്സിലേക്ക് കൊടുക്കുന്നു. അതിനകത്ത് ഒരു ചാൻസാണ് ബാറിൽ തട്ടിപ്പോകുന്നത്. സോ ഡെഫിനറ്റ്ലി ലൈക്ക് ദീ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇമ്പാക്റ്റഡ് ദ ഗെയിം. ഇനി അർജന്റീനയ്ക്ക് നേരിടാനുള്ളത് സ്പെയിൻ, ദ യൂറോപ്യൻ ചാമ്പ്യൻസ് ഇൻ ദ ഫൈനൽ. ഒരേ ഒരു കളി മാത്രം ബാക്കി. അത് മെസ്സിയും പിള്ളേരും ആ കളിയിലേക്ക് വരുന്നതെന്ന് വെച്ച് പറഞ്ഞാൽ ജയിക്കുക എന്നത് മാത്രമല്ല, ദേ ആർ കമ്മിങ് ദ ടു ഡിഫെൻഡ് ദ ടൈറ്റിൽ. ജയിക്കാൻ വേണ്ടി കളിക്കുന്ന മെസ്സി വേറെ, പക്ഷേ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കളിക്കുന്ന മെസ്സിയെ പേടിച്ചേ പറ്റൂ. ആൻഡ് മെസ്സിയുടെ ടീം അതിനനുസരിച്ച് ഉയരും. മെസ്സി ഒന്ന് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ പോലും അത് സപ്പോർട്ട് ചെയ്ത് പുഷ് കൊടുക്കാൻ വേണ്ടിയിട്ടും ടീം റെഡി ആയിട്ട് നിൽപ്പുണ്ട്. സോ ടീം ഡൗൺ ആണെങ്കിലും മെസ്സി ഉയരും. സോ ലൈക്ക് ഇൻ ടാൻഡം, 2 പേരും ടാൻഡത്തിൽ തന്നെയാണ് നിന്ന് കളിച്ച് മുമ്പോട്ട് പോകുന്നത്. സോ സ്പെയിനെതിരായിട്ടുള്ള കളി നമ്മളെല്ലാവരും വിചാരിച്ചു ഓക്കെ സ്പെയിൻ ദേ വുഡ് ബി എ ഫോഴ്സ് ഫൈനലിൽ, ലൈക്ക് കാരണം ഇതിനു മുമ്പത്തുള്ള ഗെയിം ഫ്രാൻസിനെ തോപ്പിച്ചിട്ട് അത്രയും ഇതിൽ നിൽക്കുവാണ്. സോ സ്പെയിൻ ഭയങ്കര ഇതായിരിക്കും ഇംഗ്ലണ്ടിനെതിരെയോ അല്ലെങ്കിൽ അർജന്റീന വന്ന അർജന്റീനെതിരെ. പക്ഷേ ഈ ഒരു ഗെയിമോടുകൂടി മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ സ്പെയിനിന് ജയിക്കണമെങ്കിൽ അത് നല്ല രീതിയിൽ വിയർപ്പൊഴുക്കേണ്ടി വരും. ഇപ്പം ഫ്രാൻസുമായിട്ട് കണ്ട കളി ആയിരിക്കത്തില്ല. അർജന്റീനയ്ക്കെതിരെ ഗോൾ അടിക്കുകയാണെങ്കിൽ പോലും ലൈക്ക് യു ഹാവ് ടു ഏൺ ദാറ്റ് വിൻ. അല്ലാതെ ഈസി ആയിട്ടൊരു വിജയം നേടത്തില്ല. നിങ്ങൾ ഗോൾ അടിച്ചാലും നിങ്ങൾ കാത്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം ഒരു ഗോൾ എവിടുന്നോ വരാനുണ്ട്. മെസ്സിയും പിള്ളേരും അതിന് വേണ്ടിയിട്ട് അവസാന നിമിഷം വരെ ശ്രമിക്കും എന്ന ഒരു ബോധ്യത്തോടു കൂടി തന്നെ ആയിരിക്കണം സ്പെയിൻ കളിക്കുന്നത്. ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ദർ വുഡ് ബി ഗോൾസ്. ആൻഡ് ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ എനിവേസ് ലൈക്ക് എ ഗെയിം ഫോർ ദി ഏജസ്. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു സെമി ഫൈനൽ, നല്ല എക്സൈറ്റിംഗ് ത്രില്ലർ സെമി ഫൈനൽ കണ്ടത്. സോ എനിവേസ് ലൈക്ക് വെരി ഹാപ്പി ഫോർ ദ ടീം. ഇനിയിപ്പം ഗോൾഡൻ ബൂട്ട് റേസിൽ നിന്നും ഒട്ടുമിക്ക ആൾക്കാരെല്ലാം പുറത്തായിരിക്കണം. ഹാരി കെയ്നും ആരുമില്ല. ഇനിയിപ്പോൾ ഫൈനലിൽ മെസ്സിക്ക് ഒരു ഗോളും കൂടെ സ്കോർ ചെയ്യുകയാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് 9 ഗോൾസ് സ്കോർ ചെയ്തിട്ട് ആ ഗോൾഡൻ ബൂട്ട് നേടാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ വണ്ടർഫുൾ ട്രിബ്യൂട്ട് ടു ദി അർജന്റീനൻ നാഷണൽ ടീം. അവർക്ക് വേണ്ടിയിട്ട് മെസ്സി എന്നുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ടീം നൽകിയിട്ടുള്ള കാര്യങ്ങൾ ഈ കപ്പിൽ, ഈ ഗെയിമിൽ. ഇതിനു മുമ്പ് ആൾക്കാർ പറഞ്ഞാൽ മെസ്സി ഒക്കെ ഇത്രയും എക്സ്ട്രാ ടൈം ഒക്കെ കളിച്ചതുകൊണ്ട് കുറച്ച് ടയർഡായിട്ടായിരിക്കും കളിക്കുന്നതെന്ന് പറഞ്ഞാൽ. പക്ഷേ 90 മിനിറ്റ്സ് മാത്രം കളിച്ച ഈ ഗെയിമിലാണ് മെസ്സി ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളത്. ഏകദേശം 5.5 കിലോമീറ്റേഴ്സ് ആണ് മെസ്സി ഈ കളിയിൽ മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് കൊടുത്തു. സോ സെമി ഫൈനലിൽ ഇങ്ങനത്തെ ഒരു എഫേർട്ട് ആണെങ്കിൽ ഫുൾ മൂർധന്യമായിട്ടുള്ള ഒരു കളി ഫൈനലിൽ വരുമ്പോൾ മെസ്സി ഈസ് ഗോയിങ് ടു ഗിവ് 100%. ഇപ്പോൾ 5 കിലോമീറ്റർ ആണെങ്കിൽ ഐ ആം ഷുവർ ലൈക്ക് ഹീ ഈസ് ഗോയിങ് ടു ഗിവ് മോർ. കാരണം അവസാനത്തെ കളി, അതിന് വേണ്ടിയിട്ട് എന്തും കൊടുക്കാനും എന്തും ത്യജിക്കാൻ വേണ്ടിയിട്ട് മെസ്സിയും മെസ്സിയുടെ പിള്ളേരും റെഡി ആയിരിക്കും. സോ സ്പെയിൻ യു നീഡ് ടു വാച്ച് ഔട്ട്. ഓക്കെ, സോ എന്തായാലും ഒരു എക്സൈറ്റിംഗ് ഫൈനൽ നമുക്ക് കാണാം സൺഡേ. എനിവേസ് ഹാപ്പി ഫോർ ദിസ് വിൻ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെ മെസ്സിയുടെ അല്ലെങ്കിൽ അർജന്റീനയുടെ ഈ വിജയത്തിനായിട്ട് ഒരു ലൈക്കും കൂടെ തരിക. സോ താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.